ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റ് ഡിസൈൻസ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിക്ക് മുൻപ് ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ചെറിയ ചെറിയ തെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുറേ ഫ്രണ്ട്സ് അത് കമൻസായിട്ടും നേരിട്ടൊക്കെ നമുക്കത് പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക്സ് ടു ഓൾ ഫ്രണ്ട്സ്. ആൻഡ് നമുക്ക് ഇനിയും ഇതുപോലത്തെ സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കൊക്കെ അപ്പോൾ നമുക്ക് തിരുത്താം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസായിട്ട് അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. ആപ്പിൾ ഷേപ്പാണ്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ക്ലോത്തിൽ മെറ്റീരിയലിൽ വരച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ ഡിസൈനായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് വേണ്ടത് ബ്ലാക്ക് ബീഡാണ്. ഈ ബീഡ് നമ്മുടെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരു പാക്കറ്റിന് 10 രൂപയാണ്. അത് ഫുള്ളായിട്ട് നമുക്ക് ഇത് ചെയ്യാനൊന്നും ആവശ്യമില്ല, പകുതിയൊക്കെ മതിയാവും ഒരു പാക്കറ്റിൻ്റെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ത്രെഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ്. പിന്നെ നീഡിൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സ്മോൾ സൈസ് നീഡിൽ, ബീഡ്സൊക്കെ കയറാവുന്ന നീഡിലാണ്. അതും ഈ പറഞ്ഞ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് വാങ്ങുന്ന കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മളിതിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തവണ നമ്മൾ 5 ബീഡാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ താഴേക്ക് വലിക്കുക. താഴേക്ക്, അതായത് 4ാമത്തെ ബീഡിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് താഴേക്ക് വലിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനത്തെ ബീഡുണ്ടല്ലോ, വീണ്ടും കുത്തി മേളിലേക്ക് എടുത്തിട്ട് അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിക്കൂടെ വീണ്ടും കോർത്തെടുക്കുക. ഇതാണ് നമ്മൾ ഫുള്ള് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ള് ഇതേ ഷേപ്പിൽ നമ്മളിവിടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് ബീഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത്, എംബ്രോയിഡറി ത്രെഡ്. 2 കളർ വേണം, റെഡും വേണം ഗ്രീനും വേണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇത് ഫുൾ 6 strandsൽ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സാധാരണ നീഡിൽ ഇപ്പം സാധാരണ നീഡിൽ വേണമെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പം അത് വെച്ച് നമുക്ക് എംബ്രോയിഡറി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനിപ്പം ചെയ്തപ്പം ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പം ഇത്തിരി സ്പീഡ് കൂടിപ്പോയതുകൊണ്ട് പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ അത് തന്നെ കൊണ്ട് ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഫ്രഞ്ച് നോട്ട് കേട്ടോ. അപ്പം ഇത് നമ്മളാദ്യം കുത്തി മേളിലേക്ക് എടുത്തിട്ട് ഇതുപോലെ നീഡിൽ 2 വട്ടം ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും വലിച്ച് പിടിച്ച് അപ്പുറത്തെ കൈ കൊണ്ട് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് വലിക്കാനായിട്ട് കേട്ടോ.
അപ്പം നമ്മൾ വലിക്കുന്ന ലൂസ് അനുസരിച്ചാണ് സൈസ് വ്യത്യാസം വരുന്നത്. ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള റൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ 2 വട്ടം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ ഫുള്ള് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും കുത്തി മേളിലേക്ക് എടുത്തേക്കാണ് സൂചി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആ ത്രെഡ് തന്നെ വലിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ കൈ കൊണ്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് നീഡിൽ 2 വട്ടം ചുറ്റിയെടുക്കുക. എന്നിട്ട് താഴേക്ക് വീണ്ടും തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് വീണ്ടും കുത്തിയിറക്കി വീണ്ടും വലിച്ചെടുക്കുക. അപ്പം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് തമ്മിലൊട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വരാതെ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇത് 1-2 വട്ടം ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പം ഒരു ലെയർ കംപ്ലീറ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ ഒരേ ലെയർ കൊടുത്തിട്ട് ഉള്ളിലേക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യം പുറത്തൊരു ലെയർ കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വീണ്ടും ചുറ്റി വരണം. അപ്പം അങ്ങനെ ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ അതാ റെഡ് വെച്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ വെച്ച് എടുക്കണം. ഗ്രീനിന് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ഡിസ്റ്റൻസിലാണ് നീഡിൽ കുത്തിയെടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നൂല് അതിനെ കവർ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ചെയിൻ പോലെയാണ്, അതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതാ നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് താഴെ നിന്ന് നീഡിൽ കുത്തിയെടുത്തിട്ട് ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലേക്ക് ത്രെഡ് അറേഞ്ച് ചെയ്ത് പോകുക. അപ്പോൾ അങ്ങനെ അറ്റം വരെ ചെയ്തെടുക്കാം കേട്ടോ. അതാണ് നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റാക്കി എന്നെ അറിയിക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.